ശ്രീ അഡ്വക്കേറ്റ് സിബിക്കുട്ടി ഫ്രാൻസിസ്, ഇവിടെ എന്തായാലും സംസ്ഥാനത്തെ നിലവിലെ ഒരു ഊർജ്ജ പ്രതിസന്ധി കണക്കിലെടുത്തു കഴിഞ്ഞാൽ വരും ദിവസങ്ങളിലും നിയന്ത്രണം വേണമെന്ന് ഉറപ്പാണ്. ഈ പാനലിലെ മറ്റുള്ളവരുടെയൊക്കെ അഭിപ്രായം താങ്കൾ കേട്ടതാണല്ലോ. അപ്പോൾ എന്ത് ലോങ് ടൈം പ്രോജക്റ്റാണ് കേരളത്തിൽ ഈ വൈദ്യുതി പ്രതിസന്ധി കുറച്ചു കൊണ്ടുവരാൻ നമുക്കുള്ളത്? കേൾക്കാമല്ലേ? കേൾക്കാം. ആദ്യമായിട്ട് പറയട്ടെ, ഈ പ്രതിഭാസം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇതേ ദൂരദർശനിൽ തന്നെ ഒരു 4 മാസം മുമ്പ് ഞാനും ശ്രീ യു വി സുരേഷും MG സുരേഷ് കുമാറും ഒക്കെ ഇതേ വിഷയത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് കേരളത്തിന്റെ നാളുകളായി നിൽക്കുന്ന ഒരു വിഷയമാണ്. അപ്പൊ വൈദ്യുതി ഇപ്പൊ നമുക്കറിയാം, കഴിഞ്ഞ വേനൽക്കാലത്ത് ഒരു ദിവസത്തെ ഉപഭോഗം 12.60 കോടി യൂണിറ്റ് വരെ വന്നു. 6000-ൽ കൂടുതൽ മെഗാവാട്ടിലെത്തി. അപ്പോൾ ഇവിടെ ഉണ്ടാക്കിയിരുന്നത് 3 കോടി യൂണിറ്റ് താഴെയാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ വൈദ്യുതി മാത്രം പോരാ, പുറത്തുനിന്ന് കൊണ്ടുവരണം. അപ്പൊ ഈ വിഷയം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ഇതിന്റെ പ്രധാന കാരണക്കാരാരെന്ന് ചോദിച്ചാൽ, കേരളത്തിൽ ആണവ നിലയം വരാൻ ഇരുന്നപ്പോൾ അതിനെ എതിർത്ത ആൾക്കാരുണ്ട്. ആണവ കരാറിന്റെ പേരിൽ ഒരു ഗവൺമെന്റിനെ മറിച്ചിട്ടവരുണ്ട്. അപ്പൊ കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി എന്ന് പറയുന്നതിന് ഉത്തരവാദികൾ പലരുമുണ്ട്. പരിസ്ഥിതിയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ പദ്ധതികൾ മുഴുവൻ തകർത്തവരുണ്ട്. വൈദ്യുതി പദ്ധതികൾ വരുന്ന സ്ഥലത്തെ വനം മാത്രമേ സംരക്ഷിച്ചിട്ടുള്ളൂ എന്ന് ഞാൻ പറയുന്നു. ആർക്ക് എതിർക്കാൻ പറ്റില്ല. ഇപ്പൊ മുമ്പേ ആദ്യം ചർച്ചയിൽ പറയുകയുണ്ടായി, ജലവൈദ്യുത പദ്ധതിയെ ആശ്രയിച്ചതാണ് കുഴപ്പമായെന്ന. ജലവൈദ്യുത പദ്ധതിയെ ആശ്രയിക്കുന്ന നല്ല വിഷയം. ജലവൈദ്യുത പദ്ധതികൾ ഇനിയും നമുക്ക് ഉപയോഗിക്കുവാനുള്ളത് മുഴുവൻ നമ്മൾ ഉപയോഗിക്കണം. ആതിരപ്പള്ളി പദ്ധതി ചുരുക്കം ചില ആൾക്കാരെ മാറ്റി പാർപ്പിക്കുന്ന വിഷയത്തിലാണ് മാറ്റിവെച്ചത്. അതിനകത്ത് 3 പക്ഷത്തുള്ള ആൾക്കാരുമുണ്ട്. പരിസ്ഥിതിയുടെ പേര് പറഞ്ഞു സൈലന്റ് വാലിയും പൂയംകുട്ടി ഉൾപ്പെടെ നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. കേരളത്തിലെ വനഭൂമി ഏതാണ്ട് 24%. അതിന്റെ 4% മാത്രമേ ജലവൈദ്യുത പദ്ധതിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ. ആ 4% ഭാഗത്തെ വനം മാത്രമേ ശരിക്കും സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. അവിടെ KSEBയുടെ ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. നാളിതുവരെയുള്ള പദ്ധതികളിൽ നിന്ന് കിട്ടുന്ന അത്രയും മെഗാവാട്ട്, 2000-ൽ അധികം മെഗാവാട്ട് നമുക്ക് ഇനിയുള്ള പദ്ധതികൾ, സൈലന്റ് വാലി, പൂയംകുട്ടി, ആതിരപ്പള്ളിയുള്ള പദ്ധതികൾ ഇനിയും പുനരാലോചിച്ചാൽ, ഉപേക്ഷിച്ച ജലവൈദ്യുത പദ്ധതികൾ പുനരാലോചിച്ചാൽ കേരളം വൈദ്യുതിയുടെ കാര്യത്തിൽ സുഭിക്ഷമാണ്. കേന്ദ്ര ഗവൺമെന്റ് അടുത്തിടയ്ക്കുള്ള ഓർഡർ അനുസരിച്ച് ഹൈഡൽ പദ്ധതികളും റിന്യൂവബിൾ എനർജിയുടെ ലിസ്റ്റ് വരും. ഓരോ സംസ്ഥാനവും റിന്യൂവബിൾ എനർജിയുടെ ഉത്പാദനം കൂട്ടണം. അങ്ങനെയാണല്ലോ സോളാറിലേക്ക് നമ്മൾ കടന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഇവിടുത്തെ ഒരു വിഷയം, നമുക്കറിയാം 900 മെഗാവാട്ടിന്റെ കുറവായിരുന്നു ഇടയ്ക്കുണ്ടായിരുന്നത്. ഇന്നലെ 400 മെഗാവാട്ടിന്റെ കുറവ് വന്നു. നമ്മൾ UDF സർക്കാരിന്റെ കാലത്ത് 4.29 രൂപ വെച്ചിരുന്ന ഒരു കരാറുണ്ടായിരുന്നു, 465 മെഗാവാട്ട്. അത് കേവലം പ്രൊസീജിയർ എറർ എന്ന് പറഞ്ഞുകൊണ്ട് റദ്ദ് ചെയ്തു. ആ വൈദ്യുതിക്ക് ഇപ്പം ശരിക്കും പറഞ്ഞാൽ 3.55 രൂപ വില. കാരണം ഓരോ വർഷവും ഫിക്സഡ് ചാർജ് കുറഞ്ഞു വരും എഗ്രിമെന്റ് അനുസരിച്ച്. അതിനി അടുത്ത 18 വർഷം കൂടെ കഴിയുമ്പോഴത്തേക്ക് അതിന്റെ വില 1.5 രൂപ വരുള്ളൂ. അങ്ങനെ കിട്ടുന്ന ഒരു കരാറാണ് റദ്ദ് ചെയ്തത്. അപ്പൊ ആ 465 റദ്ദ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇപ്പോഴത്തെ പ്രതിഭാസം ഉണ്ടാവില്ല. കാരണം ഇപ്പം മഴ ഇടയ്ക്കിടയ്ക്ക് കിട്ടി, മഴയുടെ ശക്തി കുറഞ്ഞത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടായത്. വേനൽക്കാലത്ത് നമ്മൾ വാങ്ങിയ വൈദ്യുതി, അപ്പൊ നമ്മൾ മഴ വരുമ്പോൾ സാധാരണ കേരളത്തിൽ ജൂൺ, ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ നല്ലവണ്ണം മഴ ലഭിക്കും. അപ്പൊ അത് തിരിച്ചു കൊടുക്കാവുന്ന ഗ്യാരണ്ടിയുടെ പുറത്താണ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിയിരുന്നത്. അപ്പൊ അവർക്ക് തിരിച്ചു കൊടുക്കേണ്ടി വരുന്നു. അതുപോലെ തന്നെ കേരളത്തിലെ ഡാമുകളിലെ ഇപ്പോഴത്തെ വെള്ളം ഏതാണ്ട് 42%, 21% ഉള്ളൂ. കഴിഞ്ഞ വർഷം ഈ സമയത്ത് 42% ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ഒത്തിരി പ്ലാനിങ്ങുകൾ കടന്നു വരുമ്പോഴത്തേക്കും നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റാതെ വരും. അപ്പൊ അങ്ങനെ റെഗുലേറ്ററി കമ്മീഷന് ഈ സംസ്ഥാന ഗവൺമെന്റ്, അത് ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക. ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ പറയുന്നുണ്ട് കാര്യം. റെഗുലേറ്ററി കമ്മീഷനോട് നമ്മളെ കൂടിയ വിലയ്ക്കാണെങ്കിലും വൈദ്യുതി വാങ്ങണം. കാരണം ഫുട്ബോൾ കളിയൊക്കെ നടക്കുന്നു, ജനങ്ങളുടെ ആവശ്യം നിറവേറ്റണം. ജനങ്ങളാണല്ലോ മുഖ്യം. അങ്ങനെ റെഗുലേറ്ററി കമ്മീഷന് സർക്കാർ കത്തെഴുതി റെഗുലേറ്ററി കമ്മീഷനിൽ നിന്ന് അനുവാദം വാങ്ങി 9 രൂപ 19 പൈസ തൊട്ട് റേറ്റിന് വൈദ്യുതി വാങ്ങാൻ നമ്മൾ ശ്രമിക്കുന്നു. അനുവാദം കിട്ടി. പക്ഷേ പുറത്ത് സംസ്ഥാനങ്ങളിൽ നിന്ന് കിട്ടാനുള്ള ഒരു നിവൃത്തിയില്ലാത്ത ഒരു സാഹചര്യമാണ്. അപ്പൊ നമ്മൾ ഒരു കാര്യം പഠിക്കണം. ഈ തോളെ സഞ്ചിയും തൂക്കിയിട്ട് നടന്ന കുറെ പാരിസ്ഥിതികവാദികളൊക്കെ ഉണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, കഴിഞ്ഞ ദിവസം തുരങ്കം അപകടം ഉണ്ടായില്ലേ? കേരളത്തിൽ പരിസ്ഥിതിക്ക് ദോഷം വരുന്ന എന്തെല്ലാം വിഷയങ്ങളുണ്ട്. പ്ലാസ്റ്റിക് കവറിലുള്ള 10 രൂപയുടെ ഒരു പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്ന പിള്ളേര് കഴിക്കുന്ന സാധനമില്ലേ, അതിന്റെ പ്ലാസ്റ്റിക് മുഴുവൻ വഴിയിലല്ലേ കിടക്കുന്നേ? അത് നിരോധിക്കാൻ പറ്റുന്നുണ്ടോ? കേന്ദ്ര ഗവൺമെന്റിനോ സംസ്ഥാന ഗവൺമെന്റിനോ പറ്റുന്നുണ്ടോ? പരിസ്ഥിതിക്ക് കടലിലുള്ള പ്ലാസ്റ്റിക് ടൺ മാലിന്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 30,000 ടൺ കോടി മാലിന്യങ്ങളാണ് കടലിലുള്ളത്. അപ്പൊ ഈ പരിസ്ഥിതിക്ക് പ്രശ്നമുള്ള വിഷയങ്ങൾ നാട് മുഴുവൻ നടക്കുകയാണ്.
പക്ഷെ അതിനെതിരെ ഒരു സർക്കാരിനും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ജലവൈദ്യുത പദ്ധതികൾ വന്നാൽ പരിസ്ഥിതിക്ക് എന്തോ വിഷയമെന്നാ പറയുന്നത്. കേരളത്തിൽ ഇനിയുള്ള നമുക്ക് ഊർത്തിയെടുക്കാൻ പറ്റുന്ന ജലവൈദ്യുത പദ്ധതികൾ മുഴുവൻ ഉപയോഗിക്കുകയാണെങ്കിൽ കേരളം എന്ന് പറയുന്നത് ഇതിന്റെ കാര്യത്തിൽ സുഭിക്ഷമാകും. പക്ഷെ അത് വരാതിരിക്കുന്നതിന് വേണ്ടി ഇവിടെ ചില വ്യക്തികൾ സമരം ചെയ്യിക്കുന്നുണ്ട്. പണം പുറത്തുനിന്നും പണം കൊടുക്കുന്നു. ഇപ്പൊ ഹെൽത്ത് സെക്രട്ടറി ചില വിഷയങ്ങൾ ഇവിടെ പറഞ്ഞില്ലേ, സ്വകാര്യ കമ്പനിക്കാർ നടത്താൻ പോകുന്ന ചില ശ്രമങ്ങളെ കുറിച്ച്. അതുപോലെ കേരളത്തില് ജലവൈദ്യുത പദ്ധതികൾ വരാതിരിക്കാൻ വേണ്ടി ഓരോ പദ്ധതി വരുമ്പോഴും ഹിയറിംഗ് ഒക്കെ നടത്തുമ്പോൾ നമ്മൾ കണ്ടതാണ്, ചാനലിൽ കൂടെ പണ്ട് കണ്ടതാ. ഒരിടത്ത് ഹിയറിംഗ് നടത്തുന്ന ആൾക്കാരെ തന്നെ വണ്ടിയെ കയറ്റി അടുത്ത സ്ഥലത്ത് കൊണ്ടുവന്നു. അപ്പൊ ഇവർക്കൊക്കെ വിദേശത്തു നിന്നൊക്കെ സംഭാവനകൾ ലഭിക്കുന്നുണ്ടോ എന്ന് പരിശോധന നടത്തണം. ഞങ്ങൾക്ക് ഇതിനകത്തൊരു നിർദ്ദേശമുള്ളത്, ഉപേക്ഷിക്കപ്പെട്ട ജലവൈദ്യുത പദ്ധതികൾ പുനരാലോചിക്കണം. കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് അത്യാവശ്യം വൈദ്യുതിയാണ്. വൈദ്യുതിയാണ് ബേസിക് ഇൻഡസ്ട്രി. പിന്നുള്ളത് പമ്പ്ഡ് സ്റ്റോറേജ് പറഞ്ഞു, ബസ് ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റം. പകല് സോളാറിൽ നിന്നുണ്ടാക്കുന്ന വൈദ്യുതി ഗ്രിഡിലേക്ക് വന്നാൽ പകല് നമുക്ക് മിച്ചമാണ്. പീക്ക് ലോഡ് സമയത്താണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്റെ മനസ്സിൽ തോന്നിയ ഒരു ആശയം പറയാം. ഈ സോളാറുകാരുണ്ടാക്കുന്ന വൈദ്യുതി ബാറ്ററി സ്റ്റോറേജ് സിസ്റ്റം അതിന് നല്ല വിലയാണ്. ഗവൺമെന്റ് തന്നെ ആൾക്കാർ ജനങ്ങൾക്ക് വാങ്ങി കൊടുക്കോ സബ്സിഡി കൊടുത്തോ വെച്ചുകൊണ്ട് പീക്ക് ലോഡ് സമയത്ത് അവരിൽ നിന്നും വൈദ്യുതി ഇങ്ങോട്ട് എടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് ചെയ്താൽ, മുമ്പേ പറഞ്ഞതുപോലെ സോളാർ ബാറ്ററി ചാർജിങ് വെക്കുമ്പോഴത്തേന് റേറ്റ് വളരെ കൂടും. പക്ഷേ പീക്ക് ലോഡ് സമയത്ത് നമുക്ക് വൈദ്യുതി ഇല്ലാത്തത് കൊണ്ട്, അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം, അത് വാങ്ങുന്നതിലേക്ക് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കണം. അപ്പൊ ജലവൈദ്യുത പദ്ധതികളാണ് നമ്മുടെ ആശ്രയം.